ശശി തരൂർ ഇപ്പോഴും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹം പറഞ്ഞത് കേരളത്തെക്കുറിച്ച് താൻ പറഞ്ഞതൊക്കെ സത്യം മാത്രമാണ്, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതല്ല ശരിയെന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ കൊണ്ടുവരൂ, ഞാൻ തെറ്റുതിരുത്താമെന്നാണ്. തരൂരിൻ്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തെളിവുമായി ഞങ്ങൾ രംഗത്ത് വരുന്നു. ശ്രീ ശശി തരൂർ തെറ്റുതിരുത്തുമോ? കേരളത്തിൽ മാത്രമല്ല, എല്ലാ സംസ്ഥാനത്തും കഴിഞ്ഞ വർഷം 250% സ്റ്റാർട്ടപ്പുകൾ വളർന്നു എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് തികച്ചും സാങ്കേതികമായൊരു വിഷയമാണ്. കേരളത്തിൽ 250% ദേശീയ ശരാശരി 300%. ഇതൊരു സാങ്കേതിക വിഷയം മാത്രമാണ്. 1/7/2020 അതായത് 2020 ജൂലൈ മാസം 1-ാം തീയതി മുതൽ രാജ്യത്തെ എല്ലാ SMCകൾ, സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ബിസിനസ്സുകളും ഉദ്യമ രജിസ്ട്രേഷന് കീഴിലാക്കാൻ തീരുമാനിക്കുന്നു കേന്ദ്ര സർക്കാർ. അതുവരെയുള്ള എല്ലാ രജിസ്ട്രേഷനും റദ്ദ് ചെയ്തുകൊണ്ട്, അതുവരെ പലതരത്തിൽ രജിസ്റ്റർ ചെയ്യാമായിരുന്നു, അതുവരെയുള്ള എല്ലാ രജിസ്ട്രേഷനും റദ്ദ് ചെയ്തുകൊണ്ട് എല്ലാവരും ഉദ്യമ രജിസ്ട്രേഷൻ എടുക്കണം എന്നായിരുന്നു ഉത്തരവ്. 2022 ജൂൺ മാസം 30-ാം തീയതി വരെ അവസരം കൊടുത്തു. ഈ സമയത്ത് പലരായി ഇതിൻ്റെ ഭാഗമായിക്കൊണ്ടിരുന്നു. 2022 ജൂൺ 30 ആയപ്പോഴേക്കും എല്ലാവരും തന്നെ ഇതിൻ്റെ ഭാഗമാവാൻ നിർബന്ധിതരായി. ഇങ്ങനെ രജിസ്ട്രേഷൻ എടുത്താൽ മാത്രമേ നികുതി അടയ്ക്കുന്നതിനും ലോൺ എടുക്കുന്നതിനുമൊക്കെ കഴിയൂ എന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ സാങ്കേതികമായി സ്വാതന്ത്ര്യം കിട്ടിയ അന്നു മുതൽ ഇവിടെയുള്ള ചെറുകിട ബിസിനസ്സുകൾക്ക് വരെ രജിസ്ട്രേഷൻ എടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഈ കാലയളവിൽ പുതിയ രജിസ്ട്രേഷനുകൾ ഉണ്ടായത്. ഈ കണക്ക് നോക്കിയാണ് സർക്കാർ പറയുന്നത് ഇവിടെ 250%, 800% ഒക്കെ വർധനയുണ്ടായി എന്ന്. വാസ്തവത്തിൽ ഇത് രാജ്യത്ത് മുഴുവൻ സംഭവിച്ച ഒരു കാര്യമാണ്. കണക്കെടുത്തുകൊണ്ട് കേരളത്തിൽ മഹത്തായ എന്തോ സംഭവിച്ചു എന്ന തരത്തിൽ കേരളം പ്രചരിപ്പിക്കുന്നതാണ്. ഇത് മനസ്സിലാക്കാതെയാണ് കേരളത്തിൽ എന്തോ മഹത്തായ സംഭവം ഉണ്ടായിരിക്കുന്നു എന്ന് ശശി തരൂർ പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള നേതാക്കന്മാർ തരൂരിനെ വിമർശിച്ചപ്പോഴും അവർക്കും സംഗതി പിടികിട്ടിയിട്ടില്ല. വാസ്തവത്തിൽ ഇതൊരു കണക്കിലെ കളിയാണ്, സർക്കാർ ജനങ്ങളെ പറ്റിക്കുകയാണ് എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ തൃശ്ശൂർ വടക്കാഞ്ചേരിക്കാരനായ ഒരു GST കൺസൾട്ടൻറ്റുമായി സംസാരിച്ചു. അനിരുദ്ധൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി നിലപാടെടുക്കുകയും വിവരാവകാശ നിയമപ്രകാരം വേണ്ടതുപോലെ നാട് നന്നാവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് അനിരുദ്ധൻ. അദ്ദേഹം വളരെ ക്രിസ്റ്റൽ ക്ലിയറായി വ്യക്തമായി എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശശി തരൂർ മാത്രമല്ല, കാര്യമറിയാതെ ശശി തരൂരിനെ വിമർശിക്കുന്നവരും ഈ സംഭാഷണം മുഴുവനെ കേൾക്കണം. പിണറായിയും P രാജീവും സ്റ്റാർട്ടപ്പിൽ റെക്കോർഡിട്ടു എന്ന് പറഞ്ഞ് എങ്ങനെയാണ് ഈ നാടിനെ പറ്റിച്ചതെന്ന് ഇത് വ്യക്തമാക്കുന്നു. നമ്മുടെ ചെറുകിട വ്യവസായ രജിസ്ട്രേഷനെ കുറിച്ച് ഡോക്ടർ ശശി തരൂർ എഴുതിയ ഒരു ലേഖനം ഇന്ത്യൻ എക്സ്പ്രസിൽ വരികയും അതിനെക്കുറിച്ച് കാര്യമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇപ്പോൾ. ഇതിൽ ഡോക്ടർ ശശി തരൂർ എന്ന് പറയുന്ന വിശ്വപൗരൻ എഴുതിയ ഒരു ലേഖനത്തെ ക്രിറ്റിസൈസ് ചെയ്യുന്നതിനോ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്നതിനോ ഇവിടുത്തെ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ നമുക്ക് സാധിക്കുമെന്നറിയില്ല. എന്നാലും കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ എന്നുള്ളതും സത്യമാണ്. അദ്ദേഹം ജൂലൈ 21 മുതൽ ഡിസംബർ 23 വരെയുള്ള കാലഘട്ടത്തിലാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള രജിസ്ട്രേഷന്റെ എണ്ണത്തെക്കുറിച്ചാണ് 254% വർധനവ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ലേഖനം എഴുതി. കണക്ക് മറ്റുള്ളവർ ഹാജരാക്കിയാൽ ഞാൻ എന്റെ ഭാഗം തിരുത്താം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്നാൽ ഈ രജിസ്ട്രേഷൻ നടത്തുന്നതിന് നിയമത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചോ നിയമത്തിൽ ആർക്കൊക്കെ ഇത് എലിജിബിലിറ്റി ഉണ്ട്, നേരത്തെ എലിജിബിലിറ്റി ഇല്ലാത്ത പലർക്കും എലിജിബിലിറ്റി വരുത്തിയതിന്റെ ബേസിസിലുണ്ടായ മാറ്റമാണ് എന്നുള്ളതിനെക്കുറിച്ചൊന്നും അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഇവിടെ 1/7/20 ഈ ഉദ്യം രജിസ്ട്രേഷൻ എന്നുള്ള ഒരു നടപടിക്രമം കൊണ്ടുവരികയും അതുവരെ ഉണ്ടായിരുന്ന MSME, ഉദ്യോഗാധാർ എന്നീ രജിസ്ട്രേഷനുകളിലെല്ലാം വാലിഡിറ്റി ഇല്ലാതെയാക്കുകയും ആയവയൊക്കെ പുതിയ പോർട്ടലിൽ രജിസ്ട്രേഷൻ നടത്തണമെന്ന് സർക്കാർ നിർദ്ദേശം കൊടുക്കുകയുമുണ്ടായി. പാൻ ബേസ്ഡ് ആയിട്ടാണ് ഉദ്യം നടപ്പിലാക്കിയത്. നേരത്തെ അങ്ങനെ പാൻ ഇതിനകത്ത് ഒരു
ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള നടപടിക്രമം ഒന്നും ഉണ്ടായിരുന്നില്ല. പാൻ ബേസ്ഡായി ഈ രജിസ്ട്രേഷൻ വന്നപ്പോൾ പഴയ ആൾക്കാർക്ക് പലർക്കും ധാരാളം ആൾക്കാർക്ക് പുതിയ രജിസ്ട്രേഷനിലേക്ക് കടന്നു വരേണ്ടതായിട്ട് വന്നു. ഇത് പല പ്രാവശ്യം നീട്ടിക്കൊടുത്ത് 30/6/2022 വരെ പഴയ രജിസ്ട്രേഷൻസ് പുതിയതിലേക്ക് മാറ്റുന്നതിന് അവസരം കൊടുക്കുകയുണ്ടായി. കൂടാതെ 2/7/2021 ഈ ഉദ്യം രജിസ്ട്രേഷൻ ഹോൾസെയിൽ ഡീലേഴ്സിനും റിട്ടെയിൽ ഡീലേഴ്സിനും ബാധകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉത്തരവിറക്കുകയുണ്ടായി. കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് ഞാനടക്കമുള്ള ആൾക്കാർ ആവശ്യപ്പെടുകയുണ്ടായി, കച്ചവടക്കാർക്ക് ഉദ്യം ബാധകമാണോ, ബാങ്കുകാർ അത് ആവശ്യപ്പെടുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെയാണ് അവർക്കും കൂടി ഇതെടുക്കാം എന്നുള്ളത് റിസർവ് ബാങ്ക് പറയുകയും ധാരാളം ആൾക്കാർ അതിലേക്ക് കടന്നു വരികയും ചെയ്തു. അത് കൂടി കടന്നു വന്നപ്പോൾ ധാരാളം ആൾക്കാർക്ക് ഈ രജിസ്ട്രേഷൻ എടുത്ത് പലിശയ്ക്ക് വ്യക്തത കുറവ് വരുത്തി കൊടുക്കും എന്നുള്ളത് കൊണ്ട് ധാരാളം ആൾക്കാർക്ക് കൊടുക്കുകയുണ്ടായി. എന്നാൽ ഈ കച്ചവടക്കാർ രജിസ്ട്രേഷൻ എടുക്കുന്നത് എക്സിസ്റ്റിംഗ് പോർട്ടൽ വഴി തന്നെ ആപ്ലിക്കേഷൻ ഫോമിന് യാതൊരു വ്യത്യാസവും വരുത്താതെ കച്ചവടക്കാരെ കൂടി സർവീസ് സെക്ടറിൽ നിർത്തിക്കൊണ്ട് MSME ചെറുകിട വ്യവസായങ്ങൾ എടുക്കുന്നതിനോടൊപ്പമാണ് അതും അനുവദിച്ചു കൊടുത്തത്. അപ്പോൾ അവരുടെ പ്രത്യേക ഒരു ഡാറ്റ എടുക്കാനോ മറ്റൊന്നും ആർക്കും സാധിച്ചില്ല. അവരും ഇതിനകത്ത് സർവീസ് സെക്ടറിൽ പെടുകയും അങ്ങനെ MSMEയിൽ 3ആയി തരംതിരിച്ചിരുന്ന മൈക്രോ, സ്മോൾ, മീഡിയം എന്നുള്ള വകുപ്പിൽ മൈക്രോയിൽ ധാരാളം രജിസ്ട്രേഷനുകൾ കടന്നുകൂടുകയും ചെയ്തതാണ് ഈ വർധനവിന് കാരണം. അങ്ങനെ സംഭവിച്ചപ്പോൾ കേരളത്തിൽ 2021 രജിസ്ട്രേഷൻ എണ്ണം 71,903 21-22 രജിസ്ട്രേഷന്റെ എണ്ണം 1,17,907 ആകുകയും 21-22 1,80,785 ആവുകയും ചെയ്തു. ഇതാണ് ഡോക്ടർ ശശി തരൂർ 245% വർധനവ് എന്ന് പറഞ്ഞുകൊണ്ട് ലേഖനം എഴുതിയിരിക്കുന്നത്. എന്നാൽ അവിടെ ഈ പുതുതായി ആൾക്കാർ രജിസ്ട്രേഷൻ എടുക്കേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് മറ്റും അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ടാവാൻ സാധ്യത കാണുന്നില്ല. ഇത് ഗ്ലോബലായിട്ട് 46% ഉള്ളു എന്ന് പറഞ്ഞാൽ ചിലപ്പോ അഖില ലോക അടിസ്ഥാനത്തിൽ അത് ശരിയായിരിക്കാം. അവിടെ ഇങ്ങനെ ഒരു വ്യത്യാസം വന്നിട്ടില്ല. ഈ കച്ചവടക്കാർക്ക് രജിസ്ട്രേഷൻ എടുക്കാവുന്നോ അല്ലെങ്കിൽ MSMEയിൽ തരം തിരിച്ചു വന്നിട്ടുള്ള വ്യത്യാസമോ പഴയ ആൾക്കാർ പൊതുവിലേക്ക് വരികയോ ഇതൊന്നും മറ്റുള്ള സ്ഥലത്ത് സംഭവിക്കാത്തതുകൊണ്ട് അത് ശരിയായിരിക്കും. എന്നാൽ നമ്മൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കണക്കെടുക്കുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ എണ്ണം വർദ്ധിച്ചതായിട്ട് നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ്. 2021 അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ രജിസ്ട്രേഷൻ 28,47,541 21-22 ആയപ്പോഴത്തേക്ക് ഇത് 51,47,993 വർദ്ധിക്കുകയുണ്ടായി. 22-23 ആയപ്പോഴത്തേക്ക് ആയതിന്റെ എണ്ണം 85,82,179. ഇതിന്റെ അർത്ഥം എന്താണ്? ഏതാണ്ടും 300%-ഓളം അധികം വർധന ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ സംഭവിച്ചിരിക്കുന്നു. കേരളത്തിൽ മാത്രമല്ല. ഇത്തരം വ്യത്യാസങ്ങൾ വന്നതിനെ അദ്ദേഹം എങ്ങനെ വിലയിരുത്തുന്നുവെന്ന് അദ്ദേഹം തന്നെ പറയണം. എന്താണ് ഇതിന്റെ അദ്ദേഹം പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ 2021 മുതൽ രജിസ്ട്രേഷന്റെ കണക്കെടുക്കുമ്പോൾ അതിനു മുൻപ് താൽക്കാലിക രജിസ്ട്രേഷൻ എന്നും പറഞ്ഞൊരു സംവിധാനം ഉണ്ടായിരുന്നു. ബിസിനസ് തുടങ്ങാൻ പോകുന്നവർക്ക് താൽക്കാലിക രജിസ്ട്രേഷനാണ് MSMEക്കാർക്ക് കൊടുത്തിരുന്നത്. അപ്പോൾ തുടങ്ങാൻ പോകുന്നവർ എന്ന് പറയുന്നത് ബാങ്ക് ലോൺ കൊടുക്കണം, മറ്റു വകുപ്പുകളിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും മറ്റും രജിസ്ട്രേഷൻ എടുക്കണം, ലൈസൻസ് എടുക്കണം, കറണ്ട് കണക്ഷൻ എടുക്കണം. ഇതിനൊക്കെ താൽക്കാലിക രജിസ്ട്രേഷനാണ് ഇവിടെ യൂട്ടിലൈസ് ചെയ്തിരുന്നത്. അത് വേറൊരു സംഹിതയിൽ കിടക്കുകയായിരുന്നു. ഉദ്യം രജിസ്ട്രേഷൻ വന്നപ്പോൾ താൽക്കാലികവും ഇല്ല, പെർമനന്റ് പ്രത്യേകിച്ചില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് തുടങ്ങാൻ പോകുന്നവരും തുടങ്ങിയിട്ടുള്ളവരും എല്ലാവരും ഒരേ പോർട്ടലിൽ ഒരേപോലെ രജിസ്ട്രേഷൻ എടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും തുടങ്ങാൻ പോകുന്നവർ ധാരാളം ചെലവില്ലാത്ത രജിസ്ട്രേഷൻ കുറെ എടുത്തു വെച്ചിട്ടുണ്ടാവും. അതും ഇതുപോലെ ഒരു വർധനവിന് കാരണമായിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് കുറേയേറെ രജിസ്ട്രേഷൻസ് വന്നിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. ആക്ച്വൽ രജിസ്ട്രേഷന്റെ കണക്ക് കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ ഞാൻ വിവരാവകാശ നിയമപ്രകാരം
MSME ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും എടുത്ത കണക്കനുസരിച്ച് 22 ഏപ്രിൽ മുതൽ 22 ഡിസംബർ വരെ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളവരുടെ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളത് ആകെ 35,660 മാത്രമാണ്. അപ്പോൾ ഇവിടെ വർധനവ് എത്രയുണ്ട് എന്ന് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഈ പറഞ്ഞതിന്റെ എവിടെ ഇരിക്കുന്നു, ഈ വർധനവിന്റെ കാര്യം എവിടെ ഇരിക്കുന്നു എന്നൊക്കെ അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ടും മനസ്സിലാക്കാവുന്നതാണ്. അതാണ് ഈ രജിസ്ട്രേഷൻ എണ്ണം കൂടുന്നതിനും മറ്റും ഉണ്ടായിട്ടുള്ള കാരണം. അങ്ങനെ ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് കാണിക്കാതെ എടുത്തിട്ടുള്ള രജിസ്ട്രേഷൻ കുറച്ചു കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ പ്രൊപ്പോസലിന് എടുത്തുള്ള രജിസ്ട്രേഷൻ കുറച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് രജിസ്ട്രേഷൻ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാം. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത്രയും വർധനവ് ഇവിടെ വന്നിട്ടില്ല എന്നും നമുക്ക് വ്യക്തമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് സഹിതം ആരുടെ മുന്നിലും അവതരിപ്പിക്കാവുന്നതാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കമ്മീഷണറുടെ പ്രസ് റിലീസിൽ ഇതെല്ലാം വ്യക്തമായി കിടക്കുന്നുണ്ട്. അപ്പോ ഇവിടെയുള്ള വർധനവ് എത്രയാണ്? പിന്നെ നമ്മുടെ മന്ത്രി പറയുകയുണ്ടായി കടകൾക്ക് രജിസ്ട്രേഷൻ കൊടുക്കുന്നു, അതൊക്കെ ഇൻഡസ്ട്രിയിൽ പെടുമെന്ന്. അതൊക്കെ ഇൻഡസ്ട്രിയിൽ പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ വ്യവസായം തുടങ്ങിയെന്ന് പറയരുത്. പോർട്ടലിൽ പ്രൊപ്പോസലിന് ടെമ്പററി രജിസ്ട്രേഷൻ എടുക്കേണ്ടതിന് പകരം വന്ന കാര്യമൊന്നും അദ്ദേഹവും പറഞ്ഞു കാണുന്നില്ല. അപ്പോ ഇതൊക്കെ ഒരു കണ്ണടച്ചിട്ടാക്കലല്ലേ എന്നുള്ള ഒരു സംശയമുണ്ട്. ഡോക്ടർ ശശി തരൂര് ഇതിന്റെ കൃത്യമായ കണക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അദ്ദേഹം ഇത് മനസ്സിലാക്കി ഇത് വേണ്ടുന്നത് പറയുമെന്ന് വിശ്വസിക്കുന്നു. വേണ്ടുന്നത് പറയാൻ അദ്ദേഹം തയ്യാറാവണം. ജയ് ഹിന്ദ്.